സത്യം പറയുന്നതിന്റെ വിലയെന്താണ്? ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിന്റെയും നടുവിൽ കർത്താവ് ഉണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കഥ 1 രാജാക്കന്മാർ 22-ാം അധ്യായത്തിലുണ്ട്. പ്രശസ്തനും ദുഷ്ടനുമായ ആഹാബ് രാജാവിനെയും ഇസബേൽ രാജ്ഞിയെയും നമുക്കറിയാം. ഏലിയാവ് പോലുള്ള ശക്തരായ പ്രവാചകന്മാർക്ക് പോലും അവരെ ഭയമായിരുന്നു. അവൻ ദൈവത്തിന്റെ സ്വന്തം ജനത്തെ ദൈവത്തിൽ നിന്നകറ്റി. അവർ എത്ര തവണ യഹൂദാദേശത്തെയും അവരുടെ രാജാവായ യഹോശാബാത്തിനെയും നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കർത്താവ് തന്റെ മഹൽ സ്നേഹം നിമിത്തം രക്ഷിച്ചു. ദൈവം ഇത്രമാത്രം തിന്മയെ കണ്ടുകൊണ്ടിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? അന്ത്യമുണ്ടെന്ന കാര്യം നിങ്ങൾ അറിയുന്നില്ലയോ? നമുക്ക് പോയി നോക്കാം. IPC ബദൽ PYP ഇതാ അവതരിപ്പിക്കുന്നു കള്ളപ്രവാചകൻ. കർത്താവേ, എന്താ ചിന്തിക്കുന്നേ? ആഹാബ് രാജാവിൻ്റെ സമയമായി. ഈ ഇടയായിട്ട് അവൻ രാമോത്ത് ഗിലെയാദിനെ കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് കേൾക്കാം. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം ആര് അവനെ വശീകരിക്കും? ഓ, നമുക്ക് അവന്റെ ഉറക്കം കെടുത്തി അരാം രാജാവിനെ വെല്ലുവിളിക്കാൻ നിർബന്ധിച്ചാലോ? അല്ലേ, നമുക്ക് അരാം രാജാവിന് പെട്ടെന്ന് കുറെ അനുഗ്രഹങ്ങൾ കൊടുത്താലോ? ആഹാബ് അങ്ങോട്ടോടും. ഞാൻ പോകാം. ഞാൻ അവനെ വശീകരിക്കാം. എങ്ങനെ? ഞാൻ പുറപ്പെട്ട് അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ വഞ്ചനയുടെ ആത്മാവ് ആയിരിക്കും. അത് മതി. നീ പോയി ചെയ്യുക, വിജയിക്കും. അപ്പോ അങ്ങനെ ആവട്ടെ. യഹോവ ആഹാബിന് ദുരന്തം വിധിച്ചിട്ടുണ്ട്. പോയി വിജയിക്കുക, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. ഹോശ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. രാമോത്ത് ഗിലെയാദിനെ പറ്റിയല്ലേ? സീരിയസാ? ഐ ആം വെരി സീരിയസ്. അതിന് കഴിഞ്ഞ 3 വർഷമായിട്ട് ആരാമൻ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? രാമോത്ത് ഗിലെയാദ് അതായത് എൻ്റെയാ. നിനക്കറിയില്ലേ അത്? ആരാം രാജാവിൻ്റെ കയ്യിൽ നിന്ന് നാം അത് തിരികെ പിടിക്കുന്നില്ലല്ലോ. അത് ശരിയാ, പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് നിനക്ക് തോന്നാൻ? അത് വിട്. നീ ഇത് പറ. നീ എന്നോടൊപ്പം യുദ്ധം ചെയ്യാൻ പോരുന്നോ? ഞാനും നീയും, എൻ്റെ ജനവും നിൻ്റെ ജനവും, എൻ്റെ കുതിരകളും നിൻ്റെ കുതിരകളും ഒരുപോലെയാണ്. പക്ഷേ എന്താ? ആദ്യം നാം യഹോവയുടെ അരുളപ്പാട് അന്വേഷിക്കണം. എടാ, അത് വേണോ? എൻ്റെ ഭാര്യ ഇസബേലിനോട് ഞാൻ ചോദിച്ചു, അവൾക്ക് സമ്മതമാ.
രാജ്ഞിയുടെ അല്ല, ദൈവഹിതമാണോ എന്ന് നോക്കണം. എനിക്കും നിനക്കും അങ്ങനെ പലതും തോന്നും. നമ്മുടെ ജനങ്ങൾ, നമ്മുടെ രാജ്യം, നമ്മുടെ ഉത്തരവാദിത്വം. ശരി, അപ്പോ ഇവിടെ വാ. പറയൂ യജമാനനെ, ഞാൻ എന്താ ചെയ്യണ്ടേ? വിളിക്കൂ ആരെ? എല്ലാരെയും. मान्य महाजनങ്ങളെ, ഭായോ और बहनों, ആഹാബ് രാജാവ് എല്ലാ പ്രവാചകന്മാരെയും പ്രവചന ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ പ്രൊഫസി ഫെസ്റ്റിവൽ. നാം ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യത്തിൽ ദൈവഹിതം മനസ്സിലാകാൻ ആണ്. ദൈവാത്മാവ് ഉള്ളിൽ ഉള്ള ആൾക്കാരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. അതെ, എന്നെ പ്രത്യേകം വിളിക്കാൻ പറഞ്ഞായിരുന്നോ? എന്താ വിഷയം? അതും കൂടെ ഒന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ. ഇന്ന് വൈകിട്ട് കൊട്ടാരത്തിലേക്ക് വരൂ, നിങ്ങളുടെ മികച്ചത് കാണിക്കൂ. ഇത് കുറെ ഉണ്ടല്ലോ. 400 പേരോളം ഉണ്ട്. മത്തായേ, ചേട്ടായി, എവിടെ? ഞാൻ ഒരു ചായ കുടിക്കാം. സാധനം കിട്ടി. ചായയൊക്കെ പിന്നെ കുടിക്കാം. ഇവിടെ ഓരോരുത്തന്മാരെ പുതപ്പിക്കാൻ വന്നേക്കുവാ. വരുവാ. പറ്റില്ല എഴുതട്ടെ? ഓക്കെ, പെട്ടെന്ന്. എന്റേത് വെറൈറ്റിയാ, എല്ലാ ദിവസവും ആവശ്യമുള്ളതാ. ഞാൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോകണോ വേണ്ടായോ? ആഹാ, ഇതാരാ? സിദക്കിയാവോ? എന്തൊക്കെയുണ്ട്? അപ്പൻ എന്നാ പറയുന്നു? സുഖമാ. പോകൂ, ജയിച്ചിട്ട് വരൂ. യഹോവ അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. യജമാനനെ, പറമ്പിലുണ്ടായതാ. വാവ്, ഇതേതാ? ഞാലിപ്പൂവൻ. എൻ്റെ കൊച്ചു ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. പോയിക്കോ, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. എടാ മോനെ, നീ പേർഷ്യന്ന് എപ്പോ എത്തി? നീ ആളാകെ മാറിപ്പോയല്ലോ. ഇത് അവിടുന്ന് കിട്ടിയതാ? എനിക്കും വേണം, ഇതെനിക്കും വേണം. യജമാനനെ, ഞാൻ എവിടുന്ന് തുടങ്ങണം? അടുത്ത പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് പോവാം. ആദ്യം ഈ കാര്യത്തിൽ ഒരു തീരുമാനമാവണ്ടേ? പോയിക്കോ, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. എടാ മോനെ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നടാ? എന്തുണ്ടേലും ചോദിച്ചാൽ മതി കേട്ടോ. പോയിക്കൊള്ളുക, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും.
നാം അരുളപ്പാട് ചോദിക്കുവാൻ യഹോവയുടെ പ്രവാചകന്മാർ ആരും ഇവിടെ ഇല്ലേ? പ്രവാചകന്മാരല്ലേ ഇത്? വേറെ ആരുമില്ലേ? ഒരുവനുണ്ട്, മീഖായ. അവൻ നെഗറ്റീവാ. അവൻ എന്നെപ്പറ്റി ദോഷമല്ലാതെ ഗുണമൊന്നും പ്രവചിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമേ അല്ല. ഏയ് അങ്ങനെ പറയരുത്. വിളിക്ക്. ഒരു മിനിറ്റ്. ബാക്കി എല്ലാ പ്രവാചകന്മാരുടെയും വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു. നിന്റെ വാക്കും അവരുടേതുപോലെ ആയിരിക്കണം. നീയും ഗുണമായി പറയണമേ പ്ലീസ്. അല്ലേ രാജാവിന് പിടിച്ചാ കിട്ടില്ല. ഇല്ല, യഹോവ എന്നോട് പറയുന്നത് മാത്രമേ ഞാൻ പറയൂ. മീഖായാവേ, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകണോ വേണ്ടായോ? പോയിക്കോ. യഹോവ അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ ഒന്നും പറയരുതെന്ന് എത്ര പ്രാവശ്യം നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിപ്പിക്കണം? നിനക്ക് എന്താ അറിയാവുന്നേ? പറ. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, അവർ ഓരോരുത്തൻ സ്വന്തം ഭവനങ്ങളിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ നെഗ്ഗ. ഇവൻ നല്ലതൊന്നും പറയത്തില്ല. എന്നാ നീ യഹോവയുടെ വചനം കേട്ടോ. യഹോവ തൻ്റെ സൈന്യങ്ങളുടെ ഒപ്പം സിംഹാസനത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആര് വശീകരിക്കുമെന്ന് ചോദിച്ചു. ഒരാത്മാവ് ഇങ്ങനെയും ഒരാത്മാവ് അങ്ങനെയും പറഞ്ഞു. എന്നിട്ട് ഒരാത്മാവ് മുന്നോട്ട് വന്ന്, ഞാൻ അവനെ വശീകരിക്കും. ഞാൻ അവൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ വഞ്ചനയുടെ ആത്മാവായി പ്രവർത്തിക്കും. അപ്പോൾ യഹോവ കൽപ്പിച്ചു, നിനക്ക് അവനെ വശീകരിക്കാൻ പറ്റും, നീ പൊയ്ക്കോ. ആകയാൽ ഇതാ, യഹോവ വഞ്ചനയുടെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ എല്ലാം അറിയുന്നു, നിന്റെ പ്രവൃത്തി, നിന്റെ ഹൃദയം, നീ കാണിച്ചു കൂട്ടിയതെല്ലാം. യഹോവ നിനക്ക് അനർത്ഥം വിധിച്ചിരിക്കുന്നു. ഇതൊക്കെ പറയാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ടിട്ട് നിന്റെ അടുക്കെ എങ്ങനെ കടന്നു വന്നു? ജയിച്ചിട്ടേ വരൂ അല്ലേ? നീ ഒളിക്കുവാൻ ഒരു സ്ഥലം തേടി നടക്കുന്ന ദിവസം നീ അറിയും. പോ, കൊണ്ട് ജയിലിലിട്. ഞാൻ യുദ്ധം ജയിച്ച് സമാധാനത്തോടെ വരുന്നവരെ ഇവന് കുറച്ച് അപ്പവും വെള്ളവും മാത്രം കൊടുത്താൽ മതി. നീ സമാധാനത്തോടെ മടങ്ങി വരുമെങ്കിൽ യഹോവ എന്നോട് അരുളി ചെയ്തിട്ടില്ല, സകല ജാതികളും കേട്ടുകൊള്ളുവിൻ. അപ്പം നീ കേട്ടല്ലോ, ദൈവഹിതമാണ്. ഇപ്പോൾ എനിക്കൊരു ധൈര്യമൊക്കെ വന്നു. നീ പറഞ്ഞ ശരിയാ, ഇതൊക്കെ അന്വേഷിക്കണം. നിനക്കറിയാമല്ലോ, ഞാൻ അങ്ങനെ ദൈവകാര്യങ്ങളിൽ അങ്ങനെ ഇടപെടാറില്ല. നമ്മൾ യുദ്ധത്തിന് പോകുന്നു. ഞാൻ അരാം രാജാവിനെ ഇന്ന് തന്നെ അറിയിക്കും. രാമോത്ത് ഗിലെയാദ്. അത് എൻ്റെ ആടാ. അല്ല, നീ എന്താ ഈ ആലോചിക്കുന്നേ? അല്ല, അത് ഇടയനില്ലാത്ത ആടുകളെപ്പോലെ. ഐ ഡോണ്ട് നോ. വിജയിക്കുമോ നമ്മൾ? എന്താ വിജയിക്കണ്ടേ? ഞാൻ തോൽക്കണോ അവൻ്റെ മുന്നിൽ? ഇല്ല യജമാനെ, ദൈവത്തിൻ്റെ ജനമല്ലേ, നമ്മൾ തോൽക്കാൻ പാടില്ല. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്.
ഞാൻ വേഷം മാറിയ പടയിൽ കയറൂ. നീ രാജവസ്ത്രം ധരിച്ചാൽ മതി. അതെന്തിനാ? ആ, അത് മതി. അവൻ എന്താണ് വരാനിരിക്കുന്നതെന്ന് അറിയില്ല. This is the commander of the kingdom of Aram reporting, sir. We are at war. I repeat, we are at war. പടയാളികളെ, എല്ലാരോടും ഞാൻ ഒന്നും കൂടെ ആരാം രാജാവ് പറഞ്ഞത് ഓർപ്പിക്കുക. നമ്മുടെ യുദ്ധം നമ്മൾ രാജാവിനോടല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യില്ല. ഇവൻ തന്നെ രാജാവ്. അവന്റെ വസ്ത്രം കണ്ടോ? ഞാനല്ല കർത്താവേ, സഹായിക്കണമേ. ഞാനല്ല രാജാവ്. ഞാൻ യഹോശാഫാത്താണ്, യഹൂദയുടെ രാജാവ്. അയ്യോ അയ്യോ, എന്നെ കൊണ്ടുപോടാ. ഞാൻ കഠിനമായ മുറിവേറ്റിരിക്കുന്നു. എന്നെ കൊണ്ടുപോ. അയ്യോ അയ്യോ. എടാ, അതായിരുന്നു രാജാവ്. The king has fallen. I repeat, the king has fallen. രാജാവിന്റെ അന്ത്യം എത്തിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119:88 ഇങ്ങനെ പറയുന്നു: അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ സംരക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങൾ പ്രമാണിക്കും. ഇത് കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഇത് ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയ ദൈവത്തിനും നന്ദി. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഥ പ്രത്യാശയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്.